കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജീവനുള്ള ദൈവത്തെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് സമൃദ്ധിയായ ജീവൻ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. മറന്നുപോകരുത്, ജീവനുള്ള ദൈവത്തെ നോക്കിയിരിക്കുന്നവരിലേക്ക് ജീവൻ വ്യാപരിപ്പിക്കാൻ കഴിവുള്ള കർത്താവ്. അവിടുന്ന് പറഞ്ഞ പ്രസ്താവന മറന്നുപോകരുത്. അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും ഒക്കെ പിശാച് വരുന്നു, അല്ലെങ്കിൽ കടൻ വരുന്നു. പക്ഷെ ഞാൻ വന്നത് അതിന് ഓപ്പോസിറ്റാണ്. അറത്തത്, മുടിക്കുന്നത്, മോഷ്ടിക്കുന്നത് ഒരറ്റത്തുള്ളപ്പോൾ തന്നെ അറക്കുമ്പോഴും മുടിക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെടുമല്ലോ, തകർന്നു പോകല്ലോ. ഞാൻ വന്നത് ജീവൻ തരാനും അല്ല, സമൃദ്ധിയായ ജീവൻ തരാനും അത്രേ. ജീവനുള്ളതിലേക്ക് വീണ്ടും ജീവൻ വ്യാപരിപ്പിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക്, അഭിഷേകത്തിൻ്റെ സമൃദ്ധിയിലേക്ക് എൻ്റെ ജനത്തെ കൊണ്ടുവരാൻ എനിക്ക് പദ്ധതിയുണ്ട്. സ്തോത്രം. ഇതാ കർത്താവ് പറഞ്ഞത്. ഏത് വിഷയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടോ, ബലം നഷ്ടപ്പെട്ടോ, ധൈര്യം നഷ്ടപ്പെട്ടോ, അവിടെ ദൈവകരം അനുകൂലമായി വരാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ദൈവകരം വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ഇന്ന് പകലിലും ആ കരം നമ്മുടെ മേൽ വെളിപ്പെടുത്തി ഒന്ന് ആദരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ കരം എൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം എനിക്ക് അനുകൂലമായി വരണമേ. അങ്ങയുടെ കരം എന്നെ ഒന്ന് താങ്ങണമേ. അവിടുത്തെ മഹത്വമുള്ള ഭുജം എനിക്ക് അനുകൂലമാക്കണമേ എന്ന് ഇന്ന് പകലിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുത്തെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് സമ്പൂർണമായി ദൈവമുമ്പാകെ സമർപ്പിച്ച തിരുവിഷ്ടത്തിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമഹത്വം അക്ഷരാർത്ഥത്തിൽ കർത്താവെ ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടുത്തി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ പ്രവർത്തിക്കാനും ദൈവം തയ്യാറുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അളക്കുന്നത് പോലല്ല കേട്ടോ. പരിധിയില്ലാത്ത ദൈവം, പരിമിതിയില്ലാത്ത ദൈവം, ആർക്കും തടയാൻ പറ്റാത്ത അവിടുത്തെ പ്രവൃത്തി ഇന്നും നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന സ്വർഗസ്ഥനായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു പകലിലും അവിടുത്തെ മുൻപാകെ ധൈര്യത്തോടെ കടന്നു വന്ന ദൈവമേ, അങ്ങനോട് സംസാരിക്കണമേ. അവിടുത്തെ മഹത്വം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. അവിടുത്തെ ആലോചനയാൽ എന്നെ നയിക്കണമേ എന്ന് ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമായിരിക്കാൻ കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നിൽ ഉണ്ടാവരുത്. അവിശ്വാസമുള്ള ഹൃദയം എന്നല്ല, ദുഷ്ടഹൃദയം എന്നിലുണ്ടാവരുത്. അവിശ്വാസമുള്ളിടത്ത് ദൈവപ്രവൃത്തിക്ക്, അതിൻ്റെ വിടുതലിന്, ദൈവിക മഹത്വത്തിന് ഒരു കാരണവശാലും അത് അനുയോജ്യമായി നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് പകൽ പറ, പിതാവേ, എൻ്റെ അവിശ്വാസത്തിന്
എന്നെ ഒന്ന് സഹായിക്കണമേ, അതിൽ നിന്നൊന്ന് എടുത്തു കളയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രയേൽ ഇനിയും അത് പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനവും നിവർത്തിയും അടുത്തിരിക്കുന്നുവെന്ന് അവരോട് പ്രസ്താവിക്കാം. സ്തോത്രം. സകല ദർശനത്തിൻ്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നുവെന്ന് അവരോട് പ്രസ്താവിക്കാം. യഹോവയായ ദൈവം പ്രവാചകനായ യെഹെസ്കേലിനോട് അരുളിച്ചെയ്യുകയാണ്. അതിൻ്റെ 21, 22 ഒക്കെ നമ്മളൊന്ന് വായിക്കണം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, യഹോവ അരുളിച്ചെയ്യുകയാണ്, പ്രവാചക, നീ ഇത് പറയണം ജനത്തോട്. കാരണം കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് ഇസ്രയേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത്. എന്ത് കണ്ടോ? ഒത്തിരി മാസങ്ങളായി, ഒത്തിരി വർഷങ്ങളായി, ഒത്തിരി ദിവസങ്ങളായി പ്രവചന ശബ്ദം കേട്ടിട്ട്, പക്ഷേ അത് നീണ്ടുപോകും, ദർശനമൊക്കെ ഒക്കാതെ പോകുമെന്ന് നിങ്ങൾ ഇസ്രയേൽ ദേശത്തൊരു പഴഞ്ചൊല്ല് പറയുന്നു. അതതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. എത്ര വർഷമായി കേട്ടിട്ട്, എത്ര നാളുകളായി കണ്ടിട്ട് ദർശനങ്ങൾ, അരുളപ്പാടുകൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അഭിഷക്തന്മാരിലൂടെ ഒക്കെ പറഞ്ഞിട്ട് അത് നീണ്ടുപോകുന്നു, ദർശനമൊക്കാതെ വരുന്നു. യഥാർത്ഥത്തിൽ ജോസഫ് കണ്ട ദർശനം എന്തായിരുന്നു? ശ്രേഷ്ഠമല്ലായിരുന്നു. സംഭവിച്ചത് മാനുഷ്യമായി ചിന്തിച്ചാൽ ആ തലത്തിന് വിപരീതമായിട്ടല്ലേ പിന്നീട് സംഭവിച്ചത്. പൊട്ടക്കുഴിയും പൊത്തിപ്പറിൻ്റെ ഭവനവും കാരാഗ്രഹവും എല്ലാം വരുമ്പോഴും ഈ ദർശനവുമായിട്ട് ഒത്തുപോകുമോ മനുഷ്യമായി? പക്ഷെ യോസഫ് അവിശ്വസിച്ചില്ല, യോസഫ് സംശയിച്ചില്ല. കാരണം യോസഫിനത്തെ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിടുകയായിരുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾ അവിശ്വസിക്കുകയും സംശയിക്കുകയും ഇനി അത് ഒക്കാതെ പോകുമോ എന്ന് പോലും ചിന്തിച്ചപ്പോൾ ദൈവം പറയുകയാണ്, പ്രവാചക, നീ പ്രവചിച്ചു പറയണം, ഈ പഴഞ്ചൊല്ല് ഞാൻ നിർത്തലാക്കാൻ പോകുകയാണ്. ഇന്ന് പകലും ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, കേട്ട ദർശനങ്ങൾ, കേട്ട ദൈവശബ്ദങ്ങൾ, കണ്ട സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ നിവർത്തീകരിക്കുമോ എന്ന് സംശയിച്ച്, വേദനിച്ച്, അവിശ്വസിച്ച്, ഉള്ളിൽ ഭയപ്പെടുന്ന ചിലർ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് നടക്കും, നിശ്ചയം. കാത്തിരിക്കാൻ ഇന്ന് പകലും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ദൈവം നൽകിയ വെളിപ്പാടുകൾ അത് നടപ്പിലാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറുള്ളവർ സ്തോത്രം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. നോക്കൂ, ദൈവം പറയുക ഡയറക്റ്റ് പ്രവാചകനോട്, ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കാൻ പോകുകയാണ്. സ്തോത്രം. നമ്മുടെ കുറിവാക്കിയതാണ്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രയേലിൽ ഇങ്ങനൊരു പഴഞ്ചൊല്ലിന് ഉപയോഗിക്കും. കാരണം ഞാനത് സമാപ്തിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വാഗ്ദത്തങ്ങൾ അവർ കൺകുളിർക്കെ കണ്ട് അനുഭവിക്കുമ്പോൾ ഇനി ഈ പഴഞ്ചൊല്ല് പറയാനിടയാക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നടക്കാത്തത് കൊണ്ടും താമസം വന്നതുകൊണ്ടുമല്ലേ? താമസം വന്നതിൻ്റെ പിന്നിലും ദൈവത്തിന് ചിലരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ചില ടെസ്റ്റുകൾ വരുന്നത് നിന്നെ ശക്തമായി പതറാതെ നിർത്താൻ വേണ്ടിയായിരുന്നു.
അല്ലാതെ വാഗ്ദത്തം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയല്ല. യുദ്ധങ്ങൾ അഭ്യസിച്ചിട്ടില്ലാത്ത തൻ്റെ ജനത്തെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വേണ്ടി ദൈവം ചില രാജ്യങ്ങളെ ഒരുക്കി വെച്ചുവെന്ന് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു, ന്യായാധിപന്മാർ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം ചിലത് വൈകിപ്പിച്ചതല്ല, നമ്മളെ ഉറപ്പിക്കാൻ, നമ്മളെ ശക്തീകരിക്കാൻ, പിടിച്ചു നിൽക്കുമോ എന്ന് നോക്കാൻ, ഉള്ളിലുള്ളത് പുറത്തു വരാൻ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഞാൻ എൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കും. ഇനിയും ആ പഴഞ്ചൊല്ല്, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നെ സംശയിച്ചത്, അത് ഇവിടം കൊണ്ട് തീരും. സ്തോത്രം. അതാണ് നമ്മുടെ കുറിവാക്യം, മറന്നു പോകരുത്. സകല ദർശനത്തിൻ്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. ഹല്ലേലൂയ. അതിൻ്റെ 25-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് താമസിയാതെ നിവർത്തിയാകും. നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. അത് നിവർത്തീകരിക്കും, അത് നിവർത്തീകരിക്കും. ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം വാക്കുമാറ്റില്ല, എൻ്റെ ദൈവം അതില്ലാതാക്കില്ല, എൻ്റെ ദൈവം അത് നിവർത്തീകരിക്കാതിരിക്കില്ല. എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ചർച്ചിൻ്റെ മേലും ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? ദൈവം പറഞ്ഞത് ഞാൻ പലപ്പോഴും അവിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ സംശയിച്ചിട്ടുണ്ട്. ഇന്ന് പകലും എന്നെ ദൈവാത്മാ ഉറപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. അത് നിവർത്തീകരിക്കും, താമസിക്കുകയില്ല. ഞങ്ങളത് കാണും, അതനുഭവിക്കും. ദൈവമഹത്വം വെളിപ്പെടും. അനേകരുടെ മുമ്പിൽ ഞങ്ങൾ പരസ്യമായി പ്രശംസിക്കപ്പെടത്തക്ക രീതിയിൽ, ദൈവത്തെ ഉയർത്തത്തക്ക രീതിയിൽ, തിരുമഹത്വം പ്രസ്താവിക്കത്തക്ക രീതിയിൽ ദൈവിക വാഗ്ദത്തങ്ങൾ, ദർശനങ്ങൾ ഞങ്ങൾ അത് നിവർത്തീകരിക്കുന്നത് കാണുമെന്ന് ധൈര്യത്തോടെ പറയുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ആലോചന കർത്താവേ, ഞങ്ങളിന്ന് പകൽ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസങ്ങളെല്ലാം ക്ഷമിക്കണമേ. എവിടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ ചോദിച്ചത്, എവിടെ ദർശനങ്ങളെന്ന് ചോദിച്ചത്, എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് ചോദിച്ചത്, അത് സമാപ്തിയിലേക്ക് അങ്ങ് എത്തിച്ചിരിക്കാൻ സ്തോത്രം. തിരുമഹത്വം ആ വിഷയത്തിന്മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ മഹത്വം ഇന്ന് പകലും ഞങ്ങളെ ശക്തിയോടെ പുറത്തു കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകലും ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങൾ ഈ ദിവസങ്ങൾ നിവർത്തീകരിക്കും. ആ ദൈവം ഇന്നലെ എന്നും എന്നേക്കും വാക്ക് മാറാത്തവൻ, വാക്കിൽ വിശ്വസ്തൻ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.